അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും റാഹത്തെന്ന് കരുതുന്നു. എല്ലാവരും ബലിപെരുന്നാളെല്ലാം കഴിഞ്ഞ സന്തോഷത്തിലായിരിക്കും. ഇരു ലോകത്തും നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽനൂർ ദിക്ർ ദുആ എന്ന് പറയുന്ന നമ്മുടെ ഈ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്യാതെ കാണുന്നവരും ചാനൽ ആദ്യമായി കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. കടമില്ലാത്ത ഒരാളും നമുക്കിടയിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ചെറുതും വലുതുമായ ഒരുപാട് കടങ്ങളുള്ളവരും മനപ്രയാസമുള്ളവരും ഉണ്ടാവാം. അതുപോലെ തന്നെയാണ് നമ്മൾ എന്തൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും തടസ്സം വരുന്നത്. ഏത് കാര്യമാണെങ്കിലും ഹലാലായ എല്ലാ കാര്യങ്ങളും എളുപ്പമായി കിട്ടാനും എത്ര തന്നെ വലിയ കടമാണെങ്കിലും അത് വീടി കിട്ടാനുള്ള വഴി തുറന്നു കിട്ടുന്നതിനുമുള്ള 2 ഇസ്മുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എത്ര വലിയ കടക്കെണിയിലാണെങ്കിലും എത്ര വലിയ ലോൺ എടുത്തതാണെങ്കിലും പലിശ നിറഞ്ഞ് കടം കൂടിയതാണെങ്കിലും അതെല്ലാം നീങ്ങി കിട്ടുന്നതിന് വേണ്ടിയുള്ള അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതിനുള്ള ഒരു ഇസ്മാണ് ആദ്യം പറയുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഉൽ ഹുസ്നയിലെ യാ ഹക്കു യാ അല്ലാ എന്ന ഇസ്മിനെ 108 തവണ മനസ്സിൽ എന്തുദ്ദേശമാണോ നമുക്ക് നിറവേറി കിട്ടാനുള്ളത്, കടം വീടാനുള്ളതാണെങ്കിൽ അത് നിയ്യത്ത് വെച്ച് ദിവസവും ചൊല്ലുക. മദീനയിലെ ഏറ്റവും വലിയ മലയായ ഉഹുദ് മലയോളം നിങ്ങൾക്ക് കടമുണ്ടെങ്കിലും ഈ ഇസ്മിനെ നിയ്യത്ത് വെച്ച് ചൊല്ലുക. അത് വീടിക്കിട്ടാനുള്ള വഴി അള്ളാഹു തുറന്നു തരുന്നതാണ്. അതിനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തരുകയും ചെയ്യും. അടുത്തതായി, നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനത്തിലും തടസ്സങ്ങൾ വന്നുകൂടുകയാണെങ്കിൽ ആ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടാനുള്ള ഇസ്മാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ ജീവിത മാർഗത്തിനു വേണ്ടി, വരുമാന മാർഗത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. അതിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഉയർച്ച ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല, എല്ലാത്തിനും മുടക്ക് സംഭവിക്കുക അല്ലെങ്കിൽ തടസ്സങ്ങൾ സംഭവിക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു ഇസ്മാണ് പറയുന്നത്. അസ്മാഉൽ ഹുസ്നയിലെ യാ ഹസീബു യാ അല്ലാ എന്ന ഇസ്മിനെ 80 തവണ ദിവസവും ചൊല്ലുക. അത് കടയിലേക്ക് നമ്മൾ പോകുന്ന സമയത്തോ ജോലിക്കോ കച്ചവടത്തിനോ പഠിക്കുന്നതിനോ പോകുന്ന സമയത്തോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചൊല്ലാവുന്നതാണ്. എന്തെങ്കിലും ഒരു തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ തോന്നുന്നുവെങ്കിൽ ആ പ്രയാസം മാറിക്കിട്ടണേ എന്നുള്ള നിയ്യത്തിൽ 80 തവണ യാ ഹസീബു എന്ന ഇസ്മിനെ ചൊല്ലുക. ഈ ഇസ്മിൻ്റെ മഹത്വം കൊണ്ട് അതിലുള്ള എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റി തരുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും കടബാധ്യതകളും മാറ്റിത്തന്ന് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും. ദുആ വസി